മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരികയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവാൻ പോവുകയാണ്. വരുന്ന 4 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തേക്ക് കാലവർഷം എത്തും. നമുക്കറിയാം ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം അതിശക്തമായ മഴ, അതാണ് നമ്മുടെ പതിവ് കാഴ്ച. പക്ഷേ ഇത്തവണ കാലവർഷം വൈകുന്നു എന്നതാണ്. ഈ മെയ് 26 കഴിഞ്ഞുപോയ മെയ് 26 കാലവർഷം എത്തുമെത്തുന്ന ആദ്യ ചില പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് വൈകുന്നു എന്നതാണ് സാഹചര്യം. കന്യാകുമാരിക്ക് സമീപം കാലവർഷം ലക്ഷദ്വീപിനും കന്യാകുമാരി മേഖലയിലേക്കും എത്തിക്കഴിഞ്ഞു കാലവർഷം. ഇനിയപ്പോൾ കാലവർഷം വരുന്ന 4 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെയെങ്കിൽ ജൂൺ 5 വരെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ഇതിനകം തന്നെ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യം എന്താണെന്നും കൂടി നമുക്ക് വിശദമായി നോക്കാം. നോക്കൂ, നമുക്ക് ഈ മാപ്പിലേക്ക് വരുമ്പോൾ തന്നെ സംസ്ഥാനത്തേക്ക് കാലവർഷം എത്തുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ സാറ്റലൈറ്റ് ഇമേജ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നോക്കൂ, ഇത് മൺസൂണിൻ്റെ കടന്നുവരവ് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ഇമേജുകളാണ്. ഇതിൽ കേരള തീരത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം കൂടുതൽ വ്യക്തതയോടെ അത് നമുക്കൊന്നുകൂടെ വ്യക്തമായി വരും. കാലവർഷത്തിൻ്റെ കടന്നുവരവാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാവുന്നത്. മൺസൂണിൻ്റെ രാജ്യത്തേക്കുള്ള കടന്നുവരവിൻ്റെ ആദ്യ പ്രതിഫലനം ഉണ്ടാവുന്ന ഇടം കേരളമാണ്. എല്ലാ വർഷവും ഉണ്ടാവുന്ന കാഴ്ച നമുക്കറിയാം. ഇത്തവണ ഉണ്ടാവുന്ന വെല്ലുവിളി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 60% മഴ കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുമെങ്കിൽ കൂടിയും മഴ അളവിൽ കുറവ് വന്നേക്കാം. അങ്ങനെയെങ്കിൽ അത് സംസ്ഥാനത്ത് ജലദൗർബല്യം ഉണ്ടാക്കും, അണക്കെട്ടുകളിലെ ജലനിരപ്പിനെ അത് ബാധിക്കും. അങ്ങനെയെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി പോലും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാണ്. മറ്റൊന്നുമല്ല, ഈ കാലവർഷത്തിൻ്റെ ഇടയിൽ എൽ നിനോ പ്രതിഭാസം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്ര അന്തർഭാഗത്ത് ചൂട് കൂടുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ മഴയെ അത് ബാധിച്ചേക്കാം എന്ന മുന്നറിയിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായേക്കാം. ഇതാ നമ്മുടെ തീരത്തേക്ക് കാലവർഷം എത്തുന്നു എന്നതാണ് ഈ കാണുന്ന സൂചനകൾ. സാറ്റലൈറ്റ് ഇമേജുകൾ അത് വളരെ കൃത്യമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കന്യാകുമാരി മേഖലയിലും ഒപ്പം തന്നെ ലക്ഷദ്വീപ് മേഖലകളിലും അതിശക്തമായ മഴ ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ലക്ഷദ്വീപ് ദ്വീപ് സമൂഹങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതിശക്തമായ മഴയാണ് അവിടെ അനുഭവപ്പെടുന്നത്. കേരള തീരത്തേക്ക് മഴ കൂടുതൽ ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ ഈ മൺസൂണിൻ്റെ കടന്നുവരവ് കേരളത്തിൻ്റെ മേഖലകളിലേക്ക് കൂടുതലായി കടന്നു വരും. അതോടുകൂടി ശക്തമായ മഴയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അത് കൂടുതൽ വ്യക്തമാവും. കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് വരുന്നു. ഇതിനകം തന്നെ സംസ്ഥാനത്തെ 8ഓളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിക്കഴിഞ്ഞു. കോട്ടയം, തിരുവനന്തപുരം, കൊല്ലമടക്കമുള്ള ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടുണ്ട്. അവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുന്ന മുന്നറിയിപ്പുണ്ട്. ജൂൺ 5 വരെ അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്, ഇറങ്ങരുത് മുന്നറിയിപ്പുണ്ട്. അതേസമയം കർണാടക തീരത്തേക്ക് അത് ബാധിക്കില്ല എന്ന അറിയിപ്പ് കൂടിയുണ്ട്. കർണാടകയിൽ തൽക്കാലം പ്രതിസന്ധിയില്ല. പക്ഷേ കേരള തീരത്തേക്ക് മൺസൂൺ എത്തുന്നു എന്നതാണ്. വളരെ അടുത്തെത്തിക്കഴിഞ്ഞു നമ്മുടെ മൺസൂൺ. അങ്ങനെയെങ്കിൽ ഇനി മഴ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. അതിശക്തമായ വെള്ളക്കെട്ടും മഴക്കെടുതികളുമാണ്. ഒരു ചെറിയ മഴയിൽ തന്നെ വെള്ളക്കെട്ടും അതിരൂക്ഷമായ മഴക്കെടുതികളും ദൃശ്യമായി ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും. അപ്പോൾ സ്വാഭാവികമായും ഇനി നമ്മളെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധികളും ദിനങ്ങളാണ്. എന്തായാലും ശക്തമായ മഴക്കാലമാണ് വരാൻ പോകുന്നത്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ കുറവുണ്ടായേക്കാം. എന്തായാലും ഈ കാലവർഷം കേരള തീരത്തേക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സാറ്റലൈറ്റ് ഇമേജുകൾ നൽകുന്ന സൂചന. ഉടൻ തന്നെ അതിശക്തമായ മഴ കേരളത്തിലും അനുഭവപ്പെടും. ഇതിനിടയിൽ നമുക്ക് പറഞ്ഞു പോവേണ്ട ഒരു കാര്യം, ഇന്നലെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും മഴ പെയ്തു. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയുണ്ടായി. പലപ്പോഴും വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാവുന്ന ഒരു പൊതുവായ വിഷയം. ഇന്നലെ ഉണ്ടായ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നോക്കൂ, ഒറ്റ മഴയിൽ തന്നെ തലസ്ഥാനത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. തലസ്ഥാനത്തെ ഈ വെള്ളക്കെട്ട് ചില രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഇടവച്ചിട്ടുണ്ട്. കാരണം കോർപ്പറേഷനിൽ ഭരിക്കുന്നത് പുതിയ സംവിധാനമാണ്, BJPയുടെ ഭരണസമിതിയാണ്. എല്ലാം ശരിയാക്കും, എല്ലാം കൃത്യമാക്കും എന്ന് പറഞ്ഞു വന്നപ്പോൾ ആദ്യ മഴയിൽ തന്നെ ഇതാണ് അവസ്ഥ എന്നതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും പൊതുവിലുമൊക്കെ ഉണ്ടായിരുന്ന വിമർശനം. ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്, നമുക്ക് വിശദമായി പരിശോധിക്കാം. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, തിരുവനന്തപുരത്തിൻ്റെ
താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പതിവ് ചിത്രമാണ്. അത് ഇത്തവണ മാറും. നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി ഓടകളൊക്കെ ശുചിയാക്കി ഇതൊക്കെയായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. എന്താണ് നഗരമേഖലകളുടെ ഒരു അവസ്ഥ? എന്താണ് ഇന്നലെ ഈ വെള്ളം പൊങ്ങിയപ്പോൾ വലിയ മാലിന്യ കൂമ്പാരമാണ് നഗരത്തിൻ്റെ പല പ്രധാനപ്പെട്ട റോഡുകളിലും ഉണ്ടായതെന്നാണ് അറിയുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടായത്? സജിത്ത്, തീർച്ചയായും. കാരണം ചരിത്രത്തിലാദ്യമായി BJP മുന്നണി ഇവിടെ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് ശേഷം വരുന്ന ആദ്യ മൺസൂണാണ്. അതിനു മുൻപ് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നു എന്നടക്കമുള്ള ദൃശ്യങ്ങളും അതിൻ്റെ പല കാര്യങ്ങളും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒറ്റ ദിവസത്തെ മഴയിൽ, കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓറഞ്ച് അലേർട്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ. അതിൻ്റെ ഭാഗമായി ശക്തമായ മഴ നഗരപ്രദേശങ്ങളിൽ കാര്യമായി എത്തിയിരുന്നു. പക്ഷേ ആ ഒരു മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തമ്പാനൂർ, ഒപ്പം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായി. അതും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടല്ല, വലിയ രീതിയിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത വാഹനങ്ങൾ, ബൈക്കുമായി പോകാനടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യങ്ങൾ പൊങ്ങി വരുന്നു. അല്ലെങ്കിൽ മാലിന്യങ്ങളാണ് ഈ ഓടകളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകേണ്ട ഭാഗങ്ങളിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ട് ഇങ്ങനെയാണ് രൂപപ്പെട്ടത്. പക്ഷേ അപ്പോൾ പോലും ഈ അവകാശപ്പെട്ട മഴക്കാല പൂർവ്വ ശുചീകരണം എന്തുകൊണ്ട് കൃത്യമായി നടന്നില്ല? മാത്രമല്ല നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ളത്. ആദ്യമായി അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ശുചീകരണം നടത്തേണ്ട മേഖലകളാണ് ഈ സ്ഥലങ്ങളെല്ലാം. അവിടെയൊക്കെ ശുചീകരണം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെയാണെങ്കിൽ മൺസൂൺ അതിൻ്റെ ശക്തി പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഈ മേഖലകളെല്ലാം പറയുന്നത് വലിയ രീതിയിൽ ട്രാഫിക്കും ജനസാന്ദ്രതയും, ഒപ്പം പുറമേ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ആൾക്കാർ വന്നു പോകുന്ന അല്ലെങ്കിൽ ജില്ലയുടെ പല ഭാഗത്തേക്ക് പോകാൻ വേണ്ടി എത്തിച്ചേരുന്ന ഒരു മേഖലയാണ് ഈ തമ്പാനൂർ, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അടക്കമുള്ള ഭാഗങ്ങൾ. വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും ഒപ്പം തലസ്ഥാനത്തിൻ്റെയും ഒരു ചീത്തപ്പേരായി മാറുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഈ ഒരു വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ മഴ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും മഴ എന്ന് പറയുന്നത്. നമ്മൾ ശക്തി കുറഞ്ഞ് എന്ന് പറയുമ്പോൾ പോലും പെട്ടെന്നുള്ള മേഘവിസ്ഫോടനവും ഒപ്പം എൽനിനോ പ്രതിഭാസവും ചക്രവാത ചുഴി അടക്കമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ പെട്ടെന്നുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കം നടത്തിയില്ല എങ്കിൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ജനങ്ങളാണ് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഈ ഒരു മേഖലകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ. അവിടെ വഴിയോര കച്ചവടക്കാരുണ്ട്. കടകളിലേക്കും, അതായത് കടമുറികളിലേക്കടക്കം ഈ ഒരു മലിനജലം കയറി പോകുന്നുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ ഈ കച്ചവടങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിലടക്കം ചോദ്യം നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വരുന്ന വലിയൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം VV രാജേഷ് പ്രതികരിച്ചത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനു മുൻപ്, അതായത് ഭരണത്തിലേറിയ സമയത്ത് അടക്കം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്നൊരു കഴിഞ്ഞ ദിവസം ഒരു നിലപാടെടുത്തിരിക്കുന്നത്. കാരണം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, മാറുമെന്ന രീതിയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അടക്കം അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തിയത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു പാളിച്ച വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ശക്തിയായ മഴ വരികയാണെങ്കിൽ ഏത് രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വെള്ളക്കെട്ട് മാത്രമായി മാറില്ല. കാരണം സാംക്രമിക രോഗങ്ങളടക്കം പടരാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം മഴക്കാലത്ത് ഇപ്പോൾ തന്നെ പടർന്നു പിടിക്കുന്ന പനിയും മറ്റ് ജലജന്യ രോഗങ്ങളും വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അത് നഗരമേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു സാധാരണ രീതിയിലൊരു വെള്ളക്കെട്ട് എന്ന രീതിയിൽ മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല നാളെ സ്കൂൾ തുറക്കുകയാണ്. അതായത് വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകളും കോളേജുകളും നാളെ തുറക്കുകയാണ്. ഈ വിദ്യാർത്ഥികളും മറ്റും ഈ വഴികളിലൂടെയൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. മാത്രമല്ല പല ഭാഗങ്ങളിൽ ചാക്ക മേഖലകളിലടക്കം വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ ഇത്രയും ചെറിയൊരു മഴയിൽ വലിയ രീതിയിലൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണ്. വേനൽ കടുക്കുന്ന സമയത്താണ് സാധാരണ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും അതിനെ പൊഴിമുറിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് വെള്ളക്കെട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റുന്ന അല്ലെങ്കിൽ അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്കൂൾ തുറക്കുന്നു, ജനജീവിതം വീണ്ടും പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ വെക്കേഷന് ശേഷമുള്ള ഒരു രീതിയിലേക്ക് സ്കൂളുകളും കോളേജുകളും എല്ലാം മാറുമ്പോൾ ഈ ഒരു വെള്ളക്കെട്ടുണ്ടാകുന്ന നഗരമേഖലകളിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ കച്ചവട സ്ഥാപനങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ
തമ്പാനൂർ, പഴവങ്ങാടി മേഖല, ഒപ്പം ചാക്ക മേഖലകളെല്ലാം പറയുമ്പോൾ വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കടകൾ പ്രവർത്തിക്കുന്ന മേഖലകളാണ്. ആ ഭാഗങ്ങളിൽ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ പരിഹരിക്കാൻ കഴിയാത്ത വെള്ളം കയറുന്നത് കടമുറികളിലേക്കായിരിക്കും. അത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് വ്യാപാര മേഖലയെയും കാര്യമായി ബാധിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട് അത് ഈ ഒരു കടയിലെ സാധനങ്ങളെല്ലാം കേടുപാട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യാപാരികളെ വലിയ രീതിയിൽ കുഴപ്പത്തിലാക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളക്കെട്ടാണ് അല്ലെങ്കിൽ രൂക്ഷമായൊരു വെള്ളക്കെട്ടാണ് എന്ന് പറയുമ്പോൾ പോലും അത് പല മേഖലകളിലെയും പല കാര്യങ്ങളെയും പല ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇനി അത് പരിഹരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ സമയം അവസാനിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം മഴയാണ്. യെല്ലോ അലേർട്ടിൽ നിന്നും ഓറഞ്ച് അലേർട്ടിലേക്കും മറ്റും അലേർട്ടുകൾ മാറി മാറി വരും. പെട്ടെന്നുള്ള മഴകൾ ഉണ്ടാകും. ആ സമയത്ത് ഈ ഒരു വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് വരാതിരിക്കാനുള്ള ഒരു കാര്യം ഇത്തവണ എത്രത്തോളം നടപ്പിലാക്കി എന്നത് വരുന്ന ദിവസങ്ങളിലെ മഴ ഏത് രീതിയിലായിരിക്കും, മഴയും വെള്ളക്കെട്ടും ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് തന്നെ വേണ്ടി വരും. തുടക്കത്തിലെ ഒരു നമ്മുടെ അനുമാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് പല ഭാഗങ്ങളിലും കൃത്യമായി ശുചീകരണം നടന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കണം വെള്ളക്കെട്ട് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാത്തത്, അല്ലെങ്കിൽ ഈ ഒരു മേഖലകളിൽ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേയറിൻ്റെ കഴിഞ്ഞ ദിവസം പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് പ്രധാനമായി ഉന്നയിച്ച കാര്യം ഈ ഒരു മലിനജലം അല്ലെങ്കിൽ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സംയുക്തമായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കണം, ബൃഹത്തായൊരു പദ്ധതി തയ്യാറാക്കണം, അതിനുവേണ്ടിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരണം നൽകിയത്. അത് കോർപ്പറേഷൻ്റെ കയ്യിൽ ഒതുങ്ങില്ല ഈ ഒരു കാര്യം എന്നാണ്. കാരണം ഓവുചാലുകളും മറ്റും ശുചീകരിച്ചത് കൊണ്ടോ ഈ ബ്ലോക്കുകൾ മാറ്റിയത് കൊണ്ട് മാത്രം ഈ ഒരു വെള്ളക്കെട്ട് മാറില്ല. അതിന് പകരം ബൃഹത്തായിട്ടുള്ള, അതായത് ഈ ഒരു മലിനജലം നഗരത്തിൽ നിന്നും കൃത്യമായി ഒഴുകി പോകുന്ന രീതിയിലേക്ക് ഒരു വലിയൊരു ബൃഹത് പദ്ധതി ആവിഷ്കരിക്കേണ്ടി വരും. അപ്പോൾ അവിടെയും നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി, അതായത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അനുഭവ പാഠങ്ങളിലേക്ക് വരുമ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണസമിതി മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് അത് ആ ധാരണയിലേക്ക് എത്തേണ്ടി വരും. എന്ത് തന്നെയായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലയിൽ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള വെയിൽ രാവിലെ തൊട്ടേ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ, അതായത് വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തുന്ന ആ സമയം കൊണ്ട് തന്നെ മഴ കനക്കുകയും ഈ വെള്ളക്കെട്ട് ഏത് രീതിയിലായിരിക്കും ഇനി രൂപപ്പെടുക, അത് ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യങ്ങളിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വളരെ സുപ്രധാനപ്പെട്ടതാണ്. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.